ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. KTET മാരത്തോണിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ടോപ്പിക് എക്സെപ്ഷണൽ ചിൽഡ്രൻ അല്ലേ. അപ്പോൾ എക്സെപ്ഷണൽ ചിൽഡ്രനുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വിച്ച് ടേം ഈസ് ജനറലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ മെത്തേഡ് ആൻഡ് പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് സ്റ്റുഡൻസ് വിത്ത് പെർട്ടിക്കുലർ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, mental health issue, specific disabilities, that means physical or developmental. Options: integrated education, education for the abled, inclusive education, special education. Question ഒന്നും കൂടി വായിക്കുക. Which term is generally used to describe the method and practice of education of students with particular learning disabilities, mental health issues, അതുപോലെ തന്നെ specific disabilities, അത് ഫിസിക്കലോ ഓർ ഡെവലപ്മെൻറ്റലോ. അപ്പോൾ നമ്മൾ കോമൺലി ജനറലി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണല്ലേ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ജനറലി നമ്മളിതുപോലെ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ളത് അല്ലെങ്കിൽ സ്പെസിഫിക് ഡിഫിക്കൽട്ടീസ് ഉള്ളതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ ജനറലി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന ടേം വെച്ചിട്ടാണ്. ഓക്കെ, the next നോക്കാം. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഈസ് എ ബ്രാഞ്ച് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഡീൽസ് വിത്ത് എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ ഇൻ സ്പെഷ്യൽ സ്കൂൾസ് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടു സ്റ്റുഡൻസ്, ഇൻസ്ട്രക്ഷൻസ് ഡിസൈനിങ് ഫോർ സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, എഡ്യൂക്കേഷൻ ഫോർ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റുഡൻസ് ഫോർ സ്പെഷ്യൽ ജോബ്സ്. അപ്പോൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, ആർക്കുള്ളതാണത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മൈൻഡിൽ വന്ന് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ആൻസർ ഏതാ വരിക? ഇൻസ്ട്രക്ഷൻസ് ഡിസൈനിങ് ഫോർ സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ബി സിന്ന് എഴുതാൻ വിട്ടുപോയി. അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഈസ് എ ബ്രാഞ്ച് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഡീൽസ് വിത്ത് ഇൻസ്ട്രക്ഷൻസ് ഡിസൈനിങ് ഫോർ സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നുള്ളതാണ്. സോ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഈസ് ഡിസൈൻ ടു എൻഷുർ ദാറ്റ് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആർ provided with an environment that allows them to educated effectively. അപ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് ഒരു നല്ല രീതിയിലുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അവരൊരു എഡ്യൂക്കേഷൻ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കാം. IQ ഓഫ് എ ടാലൻറ്റഡ് ചൈൽഡ് ഈസ് 130, 140, 125, 120. അപ്പോൾ ടാലൻറ്റഡ് ചൈൽഡിൻ്റെ IQ ലെവൽ എത്രയാ? നമ്മൾ പഠിച്ചതാണ് അല്ലേ, 140 ആണ് അല്ലേ, 140. ഔട്ട് ഓഫ് ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ദി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം ഫോർ ഗിഫ്റ്റഡ് ചിൽഡ്രൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഔട്ട് ഓഫ് ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ദി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം ഫോർ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നാണ്. എൻറിച്ച്മെൻറ്റ് ഓഫ് കരിക്കുലം, ഗ്രേഡ് ആക്സിലറേഷൻ, ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ, റെമഡിയൽ ക്ലാസ്സസ്. അപ്പോൾ ഗിഫ്റ്റഡ് ചിൽഡ്രന് അല്ലാത്ത ഒരു എഡ്യൂക്കേഷൻ പ്രൊവിഷനാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് വരിക? ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് നമുക്ക് റെമഡിയൽ ക്ലാസ്സസിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ പ്രൊവിഷൻസ് ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നുള്ള കാര്യം നോക്കാം. എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എഡ്യൂക്കേഷൻ ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ, സ്പെഷ്യൽ സ്കൂൾസ്, എബിലിറ്റി ഗ്രൂപ്പിംഗ്, ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡബിൾ പ്രൊമോഷൻ, ട്രിപ്പിൾ ട്രാക്ക് പ്ലാന്, സമ്മർ സ്കൂള്, എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസും ദെൻ റാപ്പിഡ് പ്രൊമോഷൻ. ഇത്രയും കാര്യങ്ങൾ ഗിഫ്റ്റഡ് ചിൽഡ്രന് കൊടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നീഡ്സ് ഓഫ് ഗിഫ്റ്റഡ് ആൻഡ് ക്രിയേറ്റീവ് ചിൽഡ്രൻ ക്യാൻ ബി അഡ്രസ്ഡ് ബൈ പ്രൊവൈഡിംഗ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ടു സോൾവ് പ്രോബ്ലംസ്, അഡ്മിനിസ്ട്രേറ്റിംഗ് മെമ്മറി ബേസ്ഡ് ടെസ്റ്റ്, ഗിവിംഗ് ചലഞ്ചിങ് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് ടു പ്രിവെൻറ്റ് ബോർഡം, ദെൻ ഗിവിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് റിക്വയർ കൺവേർജൻറ്റ് തിങ്കിങ്. അപ്പോൾ നീഡ്സ് ഓഫ് ഗിഫ്റ്റഡ് ആൻഡ് ക്രിയേറ്റീവ് അല്ലേ. ഗിഫ്റ്റഡ് ആയ കുട്ടികൾക്കും ക്രിയേറ്റീവ് ആയ കുട്ടികൾക്കും നമ്മൾ ഈ പറഞ്ഞതിൽ ഏതാണ് ബെസ്റ്റ്? ഒരു ഡൗട്ടും വേണ്ട, തേർഡ് വൺ ആണ് അല്ലേ, ഗിവിംഗ് ചലഞ്ചിങ് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് ടു പ്രിവെൻറ്റ് ബോർഡ്. അപ്പോൾ ഗിഫ്റ്റഡും അല്ലെങ്കിൽ ക്രിയേറ്റീവ് കുട്ടികളാകുമ്പോൾ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കും അല്ലെ, പെട്ടെന്ന് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, ക്വിക്കായി മനസ്സിലാവും. സോ അവർക്ക് ചലഞ്ചിങ് ആയുള്ള ടാസ്ക് അല്ലെ ചലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഗിവിംഗ് ചലഞ്ചിങ് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് ടു പ്രിവെൻറ്റ് ബോർഡം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ അല്ലേ. നെക്സ്റ്റ് വന്ന് നോക്കാം. A child with normal intelligence shows the difficulty in reading and comprehending language. It indicates that the child is showing symptoms of
ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ, ഡിസ്ലെക്സിയ. അപ്പോൾ ഈ ഒരു ഭാഗം എവിടെയാണ്? ലേണിംഗ് ഡിസബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഒരു കുട്ടിക്ക് നോർമൽ ഇൻ്റലിജൻസ് ആണ്, എന്നിരുന്നാലും എന്താണ് അവിടെ റീഡ് ചെയ്യാനും അല്ലേ, റീഡ് ചെയ്യാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പം തന്നെ കണക്ട് ചെയ്യാം, നമുക്ക് ഓപ്ഷൻസിനോട് പോകേണ്ട കാര്യം കൂടി ഇല്ല അല്ലേ. അപ്പോൾ റീഡിംഗ് ഡിഫിക്കൽറ്റി നമ്മൾ എന്തെന്നാണ് വിളിക്കുക? ഡിസ്ലെക്സിയ അല്ലേ. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടി ഇൻ റീഡിംഗ് ആണ്. ഡിസ്കാൽക്കുലിയ കാൽക്കുലേഷൻ, സോ ഡിഫിക്കൽട്ടി വിത്ത് മാത്ത് ആണ്. ദെൻ ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പോൾ എന്താ? റൈറ്റിംഗ് ഡിഫിക്കൽട്ടി ആണ്. ഡിസ്പ്രാക്സിയ അതർവൈസ് നോൺ ആസ് സെൻസറി ഇൻറ്റഗ്രേഷൻ ഡിസോർഡർ എന്ന് വിളിക്കും. ഡിഫിക്കൽട്ടി വിത്ത് ഫൈൻ മോട്ടോർ സ്കിൽസ് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു സ്ലൈഡും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വന്ന് നോക്കാം. In order to address the needs of students who are facing learning difficulties, a teacher should not use constructive pedagogical approaches, do individualized educational plan, practice rigid structures for pedagogy and assessment, use multiple audio-visual aids. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? In order to address the needs of students who are facing learning difficulties, എ ടീച്ചർ ഷുഡ് നോട്ട്. അപ്പോൾ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്ക് ടീച്ചർ ചെയ്യാൻ പറ്റാത്തത് എന്താണ് ഈ തന്നതിൽ ഏതാണ് വരുന്നത്? അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് അല്ലേ. പ്രാക്ടീസ് റിജിഡ് സ്ട്രക്ചേഴ്സ് ഫോർ പെഡഗോജി ആൻഡ് അസസ്മെൻറ്റ് എന്നുള്ളത്. സോ അവർക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കണം കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ആദ്യത്തെയും ഓപ്ഷൻ 1ഉം 2ഉം 4ഉം ഒക്കെ നമുക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം, പക്ഷേ 3rd പറയാൻ പറ്റത്തില്ല അല്ലേ. പ്രാക്ടീസ് റിജിഡ് സ്ട്രക്ചേഴ്സ് ഫോർ പെഡഗോജി ആൻഡ് അസസ്മെൻറ്റ് എന്നുള്ളതാണ് എ ടീച്ചർ ഷുഡ് നോട്ട് എന്ന് പറയുന്നത് അല്ലേ. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു എക്സെപ്ഷൻ ചിൽഡ്രൻ ബേസ് ചെയ്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മാരത്തോൺ സീരീസ് നിങ്ങൾക്കറിയാം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കും. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളൊന്ന് ഫെമിലിയർ ആവുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം. എ സ്റ്റുഡൻറ്റ് ഷോസ് ദി ഫോളോയിങ് സൈൻസ് ഇൻ ദ ക്ലാസ് റൂം: ആങ്സൈറ്റി അറൗണ്ട് റീഡിംഗ്, ഡിഫിക്കൽട്ടി ഇൻ റെക്കഗ്നൈസിംഗ് വേർഡ്സ് ഓർ ലെറ്റേഴ്സ്, poor vocabulary skills, difficulty with understanding or remembering what was read. These are an indication of an autistic student, a creative student, a child with a learning disability, a student with a mental impairment. അപ്പോൾ ഒരു ടീച്ചർ എന്ന് വിചാരിക്കുക, ഒരു ടീച്ചർ തൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ കുറേ കാര്യം മനസ്സിലാക്കുകയാണ്. കുട്ടി കുറേ സിംറ്റംസ് കാണിക്കുന്നത് ആങ്സൈറ്റി അറൗണ്ട് റീഡിങ്, റീഡിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. പൂറായിട്ടുള്ള വെക്കാബുലറി സ്കിൽസാണ്. അതുപോലെ തന്നെ വേർഡ്സ് റെക്കഗ്നൈസ് ചെയ്യാനും ലെറ്റേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ അത് എന്തിൻ്റെ ആ ഒരു സിംറ്റംസ് ഒക്കെ എന്തിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ തന്ന ഓപ്ഷനിൽ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ 3 ആണ് അല്ലേ. എ സ്റ്റുഡൻറ്റ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി അല്ലേ. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികളാണ് ഇങ്ങനത്തെ സിംറ്റംസ് എല്ലാം കാണിക്കുന്നത് അല്ലേ. സോ നമുക്ക് പറയാം എ സ്റ്റുഡൻറ്റ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് നോക്കാം. ഡാഷ് ഇസ് ദ പ്രൈമറി ഐഡൻറ്റിഫയിങ് ഫീച്ചർ ഓഫ് ക്രിയേറ്റിവിറ്റി. ഡാഷ് ഇസ് ദ പ്രൈമറി ഐഡൻറ്റിഫയിങ് ഫീച്ചർ ഓഫ് ക്രിയേറ്റിവിറ്റി: ഡൈവേർജൻറ്റ് തിങ്കിങ്, ഹൈപ്പർ ആക്ടിവിറ്റി, ഇൻഅറ്റൻറ്റീവ്നെസ്, ലോ കോംപ്രിഹെൻഷൻ. ഡാഷ് ഇസ് ദ പ്രൈമറി ഐഡൻറ്റിഫയിങ് ഫീച്ചർ ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ മെയിൻ ഫീച്ചർ എന്താണ്? ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് അല്ലേ. ഡൈവേർജൻറ്റ് തിങ്കിങ്. നെക്സ്റ്റ് നോക്കാം. റൂഹി ഓൾവേസ് തിങ്സ് ഓഫ് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ടു എ പ്രോബ്ലം, many of which are original solutions. Ruhi is displaying characteristics of a or an creative thinker, convergent thinker, rigid thinker, egocentric thinker. അപ്പോൾ റൂഹി എപ്പോഴും മൾട്ടിപ്പിൾ സൊല്യൂഷൻസ്, ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിന് കുറേ വേസിൽ കുട്ടി തിങ്ക് ചെയ്യുന്നുണ്ട്, അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നുണ്ട്. സോ അങ്ങനത്തെ കുട്ടി നമ്മൾ എങ്ങനെയായിട്ട് കണക്കാക്കേണ്ട അവരൊരു തിങ്കിങ് സ്റ്റൈൽ നമ്മൾ എന്തെന്നാ പറയുക ശരിക്കും? ക്രിയേറ്റീവ് തിങ്കർ എന്നാണോ, കൺവേർജൻ്റ് ആണോ, റിജിഡ് ആണോ, ഈഗോസെൻട്രിക് ആണോ? അപ്പോൾ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് തന്നെ പറയുന്നത്. സോ അപ്പോൾ നമുക്ക് എന്താണ് അവിടെ? ക്രിയേറ്റീവ് തിങ്കർ ആണ് അല്ലേ. അപ്പോൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഒരു ക്രിയേറ്റിവിറ്റിയുടെ പ്രൈമറി ഐഡൻറ്റിഫൈങ് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. അപ്പോൾ അവിടെ കുട്ടി കാണിക്കുന്നത് അതാണ് അല്ലേ. സോ റൂഹി ഈസ് എ ക്രിയേറ്റീവ് തിങ്കർ എന്ന് പറയാം. ഓക്കെ അല്ലേ. അപ്പോൾ
അപ്പോൾ എപ്പോഴും കണക്ട് ചെയ്യാം. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈവേർജൻറ്റ് തിങ്കിങ്. അത് എപ്പോഴും നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. എക്സാമിന് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഇൻ എ സിറ്റുവേഷൻ ഓഫ് ലെസ് പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു എ ഡിപ്രൈവ്ഡ് ഗ്രൂപ്പ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, എ ടീച്ചർ ഷുഡ് ask the children to withdraw from school, accept the situation as it is, lower her expectations from such students, reflect on her own teaching and find ways to improve students' involvement. അപ്പോൾ ഏതാ വരിക ആൻസർ? ഇൻ എ സിറ്റുവേഷൻ ഓഫ് ലെസ് പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് ബിലോങ്ങിങ് എ ഡിപ്രൈവ്ഡ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഡിപ്രൈവ്ഡ് ഗ്രൂപ്പുള്ള കുട്ടികളുടെ ലെസ് പാർട്ടിസിപ്പേഷൻ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ടീച്ചർ എന്താ ചെയ്യേണ്ടത്? reflect on her own teaching and find ways to improve students' involvement. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ ആ ഒരു ടീച്ചിങ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ആ ടീച്ചർ ആ ഒരു ടീച്ചിങ്ങിൽ മാറ്റം കൊണ്ടുവരിക, അല്ലെങ്കിൽ കുട്ടികളുടെ അതുവഴി കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സോ റിഫ്ലക്റ്റ് ഓൺ ഹെർ ഓൺ ടീച്ചിങ് ആൻഡ് ഫൈൻഡ് വേസ് ടു ഇംപ്രൂവ് സ്റ്റുഡൻസ് ഇൻവോൾവ്മെൻറ്റ് അല്ലേ. നെക്സ്റ്റ് ഒന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദി പ്രോബ്ലം ഓഫ് സോഷ്യലി ഡിപ്രൈവ്ഡ്? ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദി പ്രോബ്ലം ഓഫ് സോഷ്യലി ഡിപ്രൈവ്ഡ്? ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഫോർ ലേണിംഗ്, നോ ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ് ക്രിയേറ്റിവിറ്റി, ഹെൽത്തി കണ്ടീഷൻസ് ഓഫ് ദെയർ ലിവിങ്, ഫേസിങ് ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയർ ഇൻ ദ സ്കൂൾ. അപ്പോൾ സോഷ്യലി ഡിപ്രൈവ്ഡ് ചിൽഡ്രൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് എന്താണ്? അവർ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല, പുവർ ആയിട്ടുള്ള ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. സോ അവർക്ക് ഡിസ്ക്രിമിനേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ നോട്ട് ദ പ്രോബ്ലം ഓഫ് എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ്? ഹെൽത്തി കണ്ടീഷൻസ് ഓഫ് ദെയർ ലിവിങ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ബാക്കി മൂന്നും, ഈ ഫസ്റ്റ് വൺ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഫോർ ലേണിങ്ങും, അതുപോലെ തന്നെ നോ ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഫേസിങ് ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയർ ഇൻ ദ സ്കൂളൊക്കെ ഇവരുടെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? നോട്ട് ദി പ്രോബ്ലം ഓഫ് സോഷ്യൽ ഡിപ്രൈവ്ഡ് എന്നാണ്. സോ ഹെൽത്തി കണ്ടീഷൻസ് ഓഫ് ദെയർ ലിവിങ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം. സ്റ്റുഡൻസ് ഫ്രം ഡിസ്അഡ്വാൻറ്റേജ്ഡ് ബാക്ക്ഗ്രൗണ്ട് ഷുഡ് be given vocational education so that they can pursue their parents' occupation, be placed in regular schools, and effort should be made to adapt the curriculum and facilitate learning for all the students in the context of their social and cultural context, not be given education at all, be made to study in different schools since their cognitive capabilities cannot match those of other students. അപ്പോൾ സ്റ്റുഡൻസ് ഫ്രം ഡിസഡ്വാൻറ്റേജുള്ള ബാക്ക്ഗ്രൗണ്ട്സിലുള്ള കുട്ടികൾക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതിൽ? ഓപ്ഷൻസ് ഒന്നുകൂടെ വേണമെങ്കിൽ വായിച്ചോളൂ. സ്റ്റുഡൻസ് ഫ്രം ഡിസഡ്വാൻറ്റേജ്ഡ് ബാക്ക്ഗ്രൗണ്ട് ഷുഡ്, ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ഷുഡ് എങ്ങനെയായിരിക്കണം? ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ റെഗുലർ സ്കൂൾസ് അല്ലേ. ആൻഡ് എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു അഡാപ്റ്റ് ദ കരിക്കുലം ആൻഡ് ഫെസിലിറ്റേറ്റ് ലേണിംഗ് ഫോർ ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദെയർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഓക്കെ അല്ലേ? Then next നോക്കാം. Ram did not obey the norms of his culture and society. He often shows antisocial behavior. Ram can be a gifted child, creative child, delinquent child, slow learner. അപ്പോൾ റാം എന്ത് ചെയ്യുന്നില്ല? കൾച്ചറിൻ്റെ നമ്മുടെ സൊസൈറ്റി നോംസ് ഒന്നും ഒബേ ചെയ്യുന്നില്ല. സംടൈംസ് ഷോസ് എന്താണ്? ആൻറ്റിസോഷ്യൽ ബിഹേവിയർ കാണിക്കുന്നു അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? ഡെലിക്വൻറ്റ് ചൈൽഡ് ആണ് അല്ലേ. Ram can be a delinquent child. അഡോൾസൻസിൽ പ്രോബ്ലംസ് ഓഫ് അഡോൾസൻസിൽ വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഡെലിക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ച് വെക്കുക. K3 കാറ്റഗറി 3 എഴുതുന്നവർ ശ്രദ്ധിക്കുക. ഇതൊക്കെ പ്രോബ്ലംസ് ഓഫ് അഡോൾസൻസിലും കൂടി വരുന്ന കാര്യമാണ്. ഡെലിക്വൻസി അല്ലെങ്കിൽ ഡെലിക്വൻറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് അഡോൾസൻസിലൊക്കെ ഒത്തിരി കാണുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്ന് നോക്കാം. വിച്ച് ഈസ് നോട്ട് എ സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് പ്രോസസ്? ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ സ്റ്റേജ് അല്ലാത്തത്. അപ്പോൾ നോട്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക, അപ്പം തന്നെ ഒരു അണ്ടർലൈൻ ഇട്ട് വയ്ക്കുക. ഓക്കെ, അസിമിലേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ. വിച്ച് ഈസ് നോട്ട് എ സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് പ്രോസസ്? അസിമിലേഷൻ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണ്? പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ. ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. എക്സാമിൽ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.
ഒരു സിമ്പിൾ ടോപ്പിക് ആയിരുന്നു എക്സെപ്ഷണൽ ചൈൽഡ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൻ്റെ കാര്യം നോക്കാം. നാളെ ലേണിംഗ് തിയറിയാണ്, തൊണ്ടേക്കിൻ്റെയും സ്കിന്നറുടെയും ലേണിംഗ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ നാളെ പഠിക്കേണ്ടത് തൊണ്ടേക്കിൻ്റെയും സ്കിന്നറുടെയും ലേണിംഗ് തിയറിയാണ്. അപ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, യൂസ്ഫുള്ളായി തോന്നുന്ന ഫ്രണ്ട്സിനോടും കൂടി ഷെയർ ചെയ്യുക. പിന്നെ പ്ലേലിസ്റ്റ് ഞാനിടാം. അതിൽ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് ഇടാം. പിന്നെ നമ്മുടെ നാളെ പഠിക്കേണ്ട ടോപ്പിക്ക് തൊണ്ടേക്കിൻ്റെയും സ്കിന്നറിൻ്റെയും ടോപ്പിക്ക് ഞാൻ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഈ ലിങ്ക് മാത്രം പഠിച്ച ലിങ്ക് തന്നു വെച്ചാൽ അത് മാത്രം നിങ്ങൾ പഠിക്കരുത്, നിങ്ങൾ കൂടുതൽ വായിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൈഡോ ഏതെങ്കിലും ഒരു ബുക്കോ നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ വായിക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു, കീപ്പ് വാച്ചിങ്.